بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. قال النبي صلى الله عليه وسلم إن من عباد الله لأناسا ما هم بأنبياء ولا شهداء يغبطهم الأنبياء والشهداء يوم القيامة بمكانهم من الله تعالى. قالوا يا رسول الله تخبرنا من هم؟ قال هم قوم تحابوا بروح الله على غير أرحام بينهم ولا أنبال يتعاطونها فوالله إن وجوههم لنور وإنهم على نور لا يخافون إذا خاف الناس ولا يحزنون إذا حزن الناس. وقرأ هذه الآية ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. ഇമാം അബൂദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ട്, അവരമ്പിയാക്കളോ ശുഹദാക്കളോ ഒന്നുമല്ല. അതേസമയത്ത് അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ കണ്ട് അമ്പിയാക്കളും ശുഹദാക്കളും അവരോട് താല്പര്യം കാണിക്കും. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിനോട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, അവരെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രക്തബന്ധമോ സാമ്പത്തിക താല്പര്യമോ ഇതൊന്നും ലക്ഷ്യമില്ലാതെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ കാരുണ്യത്താൽ പരസ്പരം സ്നേഹിച്ചവരാണവർ, പരസ്പരം സ്നേഹബന്ധം നിലനിർത്തിയവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവാണ് സത്യം, അവരുടെ മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, അവർ പ്രകാശവലയത്തിലുമായിരിക്കും. ജനങ്ങളെല്ലാവരും ഭയപ്പെടുന്ന സങ്കടപ്പെടുന്ന സമയങ്ങളിൽ അവർ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ ഇല്ല, അവർക്കെപ്പോഴും സന്തോഷമായിരിക്കും. എന്നിട്ടൊന്നുകൂടെ അതിനെ അടയാളപ്പെടുത്താൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് യൂനുസിലെ 62-ാമത്തെ ആയത്ത് ഓതി. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് പോലെ അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ, അവർക്കൊരു പ്രയാസമോ സങ്കടമോ ദുഃഖങ്ങളോ ഒന്നുമില്ല. പ്രിയപ്പെട്ട സീഡ് ക്ലബിലെ കൂട്ടുകാരെ, ജ്യേഷ്ഠ സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹം എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലായി കഴിഞ്ഞാൽ ഇതാ സ്വഹിബത്തന്നാസ ഫസ്ഹബ് ഖിയാറഹും, ഒരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്ന, എൻ്റെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുന്ന, എൻ്റെ പ്രയാസങ്ങൾ അവൻ്റെ പ്രയാസമായി കണ്ട് എനിക്ക് സമാധാനം പകർന്നു തരുന്ന, അബദ്ധജടിലമായ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നന്മയിലധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചുയർത്തുന്ന നല്ലൊരു കൂട്ടുകാരനെ നമുക്കുണ്ടാവണം. നമ്മുടെ സെലക്ഷൻ എപ്പോഴും നന്നാവണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വാഹനം, നമ്മുടെ വീട് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ന്യൂനതയില്ലാത്ത രൂപത്തിലാവാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വഴിതെറ്റിപ്പോകുന്നത് കൂട്ടുകാരുടെ പേര് പറഞ്ഞിട്ടാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് കൂട്ടുകാരുടെ പേര് പറഞ്ഞിട്ടാണ്. ഒരിക്കലും അങ്ങനെയുള്ള പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മുടെ സെലക്ഷൻ നന്നാവണം. നല്ലവരോടൊപ്പം കൂട്ടുകൂടണം. ആ നല്ല സൗഹൃദം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വമൻ തഹാബ്ബ ഫില്ലാഹ്, അർശിൻ്റെ തണൽ ലഭിക്കുന്നൊരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെടാൻ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ബന്ധങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലാവണം. സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ഒരിക്കലും സൗഹൃദത്തിൻ്റെ പേരിൽ സാമ്പത്തികമായ സ്കെയിൽ വെച്ചുള്ള അളവുകോൽ വെച്ചുകൊണ്ടാവരുത് നമ്മുടെ സൗഹൃദങ്ങൾ. അതല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും താല്പര്യങ്ങളോ കാഴ്ചയിലുള്ള സൗന്ദര്യങ്ങളോ ഒന്നും ആവരുത്. മറിച്ചെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ദീർഘയാത്ര കഴിഞ്ഞ് ഒരു തടാകത്തിൻ്റെ സമീപത്തെത്തി സ്വഹാബത്തിന് കുളിക്കാനുള്ള അവസരം കൊടുത്തു. ശേഷം റസൂലുള്ളാഹി എല്ലാവരെയും അടുത്തോട്ട് വിളിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ടവരിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഓരോ സ്വഹാബത്തും ടിൻസുകളായി മാറി നിൽക്കുന്നു. ഒരാൾ മാത്രം ഒറ്റപ്പെട്ടു. സുദ്ദീഖുൽ അക്ബർ തങ്ങളായിരുന്നു അവർ. ചോദിച്ചു, എന്തേ സുദ്ദീഖെ, ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ആരെയും കിട്ടിയിട്ടില്ലേ? ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി യാ റസൂലല്ലാഹ്. തങ്ങൾ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളെയാണ്, അതുകൊണ്ട് ഞാൻ തങ്ങളെ സെലക്ട് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളെയാണ്. നമ്മുടെ സെലക്ഷൻ പാഴായി പോകരുത്. വിശുദ്ധ റമദാൻ വരുമ്പോഴും വിശുദ്ധ റമദാൻ്റെ ശേഷമാണെങ്കിലും നമ്മുടെ ജീവിതാവസാനം വരെയും അർശിൻ്റെ തണൽ വരെയും കൂടെ നിൽക്കാൻ പറ്റിയ, കൈകോർത്ത് പിടിക്കാൻ പറ്റിയ നല്ല ബന്ധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്ങനെയുള്ള ബന്ധങ്ങളാക്കി കബൂൽ ചെയ്യുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.